ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ, എന്തെല്ലാം വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേയായി വീഡിയോ ചെയ്യാൻ ഒരു സമയം നോക്കി നടക്കുന്നു. സമയം കിട്ടാറില്ല. കാരണം കഫ്തീരിയ കുക്കാണ് അബുദാബിയിൽ. അതുകൊണ്ട് സമയം വളരെ പരിമിതമാണ്. രാവിലെ 3:45 ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10 മണി വരെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞ് റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റും ഉറക്കവും ഒക്കെയാണ് പരിപാടി. പിന്നെ വൈകിട്ട് 3 മണിക്ക് ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. പിന്നെ കഴിഞ്ഞ് വന്നാൽ അലക്കാനുള്ള അലക്കലും കുളിക്കലും എല്ലാം കഴിയുമ്പോഴത്തേന് സമയം ഒരുപാടാകും. പിന്നെ സമയം കിട്ടാറില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി അതിനായിട്ട് സമയം എടുത്ത് ചെയ്യുകയാണ്. പിന്നെ പ്രവാസികളാണ് നമ്മളൊക്കെ അല്ലേ? പ്രവാസം എന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതി അല്ലെങ്കിൽ അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാനും പറയാനും പറ്റത്തുള്ളൂ. ഒരു പ്രവാസിയാകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അവന് കുടുംബത്തിന് വേണ്ടി ആണ് പ്രവാസിയാകുന്നത്. അങ്ങനെ പ്രവാസിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ കുടുംബത്തിന് വേണ്ടി എരിയുന്ന മെഴുകുതിരി പോലെ ആവുകയാണ്. അവൻ എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു എന്നതുപോലെ ഉള്ള ജീവിതമാണ് പ്രവാസം. ഒരു റൂമിൽ 10, 15, 11, 20, 25 ഒക്കെ ആൾക്കാരുള്ള വലിയ വലിയ റൂമുകളിൽ 1, 2 ബാത്റൂമാണ് ആകെ ഉണ്ടാവുക. അത് ഓരോ സമയം നോക്കി വന്നില്ലെങ്കിൽ ആ ബാത്റൂം ഉപയോഗിക്കാൻ സമയം കിട്ടില്ല. അതിലാളായിരിക്കും ഉണ്ടാവുക മിക്കവാറും. എന്താ പറയുക, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെയാണ് പ്രവാസം. ഇതൊന്നും നാട്ടിലുള്ളവർക്ക് അറിയില്ല. നമ്മൾ ഗൾഫിലാണ്, നല്ല രീതിയിലുള്ള ജീവിതത്തിലാണ്, AC റൂമിലാണ്, നല്ല ജോലിയാണ് എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലാണ് നാട്ടിലുള്ളവരൊക്കെ കഴിയുന്നത്. നമ്മൾ അവരെ ഒന്നും അറിയിക്കാറില്ല. ഒരു അസുഖമായി കിടന്നാൽ പോലും അസുഖമാണെന്നൊരു വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ വ്യക്തി പറയൂല, പ്രവാസിയായ ഒരു വ്യക്തി പറയൂല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കും, അല്ലെങ്കിൽ അവർക്കത് വേദനയാകും എന്നുദ്ദേശിച്ചിട്ട് അവനത് വീട്ടിലേക്ക് വിളിച്ച് പറയില്ല. ഓരോ മാസവും മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, 10 കിട്ടിയാൽ 5 കൂടി പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് 15 അയക്കുന്ന ഒരു ആളാണ് പ്രവാസിന്ന്. അപ്പോൾ ഈ 15 അയക്കുമ്പോൾ നാട്ടിലുള്ളവർ വിചാരിക്കുന്ന എന്താ, 15 അവന് കിട്ടുന്ന ശമ്പളം, അല്ലെങ്കിൽ 20 കിട്ടിയിട്ട് 5 അവൻ ബാക്കി വെച്ച് 15 ഇങ്ങോട്ട് അയക്കുകയാണ് എന്നതാണ് നാട്ടിലുള്ള അവരുടെ വിശ്വാസം. നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ അതവിടെ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3 ദിവസം കൊണ്ട് മാത്രം 50,000, 60,000 അയച്ചു കൊടുത്താൽ അതവിടെ തീരുകയാണ്. പിന്നെ അടുത്ത മാസം 15-ാം തീയതി 20-ാം ശമ്പളം കിട്ടുകയാണെങ്കിൽ ഈ മാസം അയച്ചു കൊടുത്ത് 30-ാം തീയതി ആകുമ്പോഴത്തേന് അടുത്ത മെസ്സേജ് വരികയാണ്, പൈസ കഴിഞ്ഞിട്ടോ, പൈസ അയക്കിട്ടോ എന്ന് പറഞ്ഞിട്ട്. നമ്മളിതെന്ത് ചെയ്യും? നമ്മളിത് എവിടെയെങ്കിലും കടം വാങ്ങിയിട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് പിറ്റത്തെ മാസം കിട്ടുമ്പോൾ അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് അടുത്ത മെസ്സേജ് വരും, പൈസ ഇല്ല, പൈസ അയക്കി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊരു കറന്നെടുക്കുന്ന കറപ്പശു പോലെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് പ്രവാസി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട നാട്ടിലുള്ള നമ്മുടെ പ്രവാസികളാകുന്ന ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഉപ്പമാരുടെ മക്കളായാലും ഭാര്യമാരായാലും ഉമ്മമാരായാലും വല്ലപ്പോഴും അവർ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ സമയം കണ്ടെത്തി വിളിക്കുമ്പോൾ അവരോട് ഇല്ലായ്മകൾ പറഞ്ഞ് വേദനിപ്പിക്കാതെ, മറ്റ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതെ, അവർ ഭക്ഷണം കഴിച്ചോ, എന്താണ് ഇന്ന് ജോലിക്ക് പോയി വന്നോ, റൂമിലാണ്, റെസ്റ്റ് എടുക്കാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഭാര്യമാരായാലും ഉമ്മമാരായാലും മക്കളായാലും. കാരണം അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെല്ലാം വിഷമത്തിലാണ് റൂമിലേക്ക് വന്ന് കയറുന്നത് എന്ന് അറിയാൻ പറ്റില്ല. നമ്മളിത് ഇങ്ങനെ ഒരുപാട് വിഷമിച്ച അവസ്ഥയിൽ സംസാരിക്കുമ്പോൾ അവരത് വീണ്ടും അവർക്ക് മനസ്സിലേക്ക് വിഷമം കുത്തിക്കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ചെറിയ ചെറിയ പ്രായത്തിലുള്ള 25, 30, 35, 40 വയസ്സിനിടയ്ക്കുള്ള യുവാക്കളാണ് പ്രവാസ ലോകത്ത് അധികവും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത്. ഉറക്കത്തിൽ മരണപ്പെടുന്നതും ഒക്കെ നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഇവരുടെ മനസ്സിൽ വരുന്ന വേദന, മനസ്സിൻ്റെ വിങ്ങൽ അവരടക്കി വെച്ച്, പുരുഷന്മാരൊരിക്കലും അവരുടെ വേദന പുറത്തേക്ക് പറഞ്ഞ് തീർത്ത് കാണിക്കില്ല. പെണ്ണുങ്ങളെപ്പോലെ
കരഞ്ഞുകൊണ്ട് അവരത് കാണിക്കൂല, പുറത്തേക്ക് കാണിക്കൂല. അവരത് അകത്ത് വെച്ച് കെട്ടിക്കിടക്കും. ഇത് അവിടെ കിടന്ന് വിങ്ങി വിങ്ങി പൊട്ടി നെഞ്ച് പൊട്ടി മരിക്കുന്ന ഒരവസ്ഥ പ്രവാസികൾക്ക് ഉണ്ടാകുന്നതിന് മെയിൻ കാരണം ഇതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബങ്ങൾ എല്ലാവരും അവർ നാട്ടിലേക്ക് വിളിക്കാൻ വീഡിയോ കോളിലോ സാധാ കോളിലോ വിളിക്കുമ്പോൾ അവരോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറി സംസാരിച്ച് അവരെ നല്ല രീതിയിൽ എന്താ ചെയ്യുക, അവരെ അറ്റൻഡ് ചെയ്ത് അവരെ സ്നേഹത്തോടു കൂടി ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുക. എങ്കിൽ അവർക്ക് മനസ്സിൽ വരുന്ന വേദന വിഷമങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അധികം വലിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ അല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ.